ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര ബ്ലോഗ്. ഞാൻ അനന്തൂർ ജിലാൽ. അപ്പോൾ നമ്മൾ നിർത്തിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയി കളയാം. ഓക്കെ. വൈറ്റമിൻ ഇയെ പറ്റിയ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞു. നമ്മുടെ ചാനൽ തന്നെ കുറേ കമൻറ്റ് വന്നു. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കുറേ പേര് മെസ്സേജ് അയച്ചു. അല്ലാതെ എനിക്ക് പേഴ്സണലിയും കുറേ മെസ്സേജുകൾ വന്നു. അങ്ങനെ പറയുന്നുണ്ട്. എല്ലാവർക്കും വൈറ്റമിൻ ഇയെ പറ്റി കുറേ പേരെടുത്ത് ചോദിച്ചു, ചേട്ടാ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് ബിഎഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, തലമുടി തേക്കാൻ പറ്റുമോ, ഫേസിൽ തേക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ കുറേ നാൾ മുന്നേ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇതിനെപ്പറ്റി, ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാത്തോടും പറയുന്ന പോലെ ഒരു കാര്യം പറയാനുള്ളത്, 2 കൂട്ടർ ഈ വീഡിയോ കാണണ്ട. സോറി, 4 ആയല്ലേ. 2 കൂട്ടർ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതായത് ഈ തലമുടി, സ്കിന്ന്, അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിയായിട്ട് യാതൊരു ബന്ധവും ബോധവും ഇല്ലാത്ത ആരും ഇത് കാണേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുള്ളവർക്കും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അവർ ഒന്നാമത്തെ കൂട്ടരാണ്, അങ്ങനെ പറയുന്നുള്ളൂ. രണ്ടാമത്തെ കൂട്ടർ സമയമില്ലാത്ത ഈ വീഡിയോ കാണണ്ട. സമയമുള്ളപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ കൂടുതലൊന്നും വേണ്ട, നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ആദ്യം തന്നെ വൈറ്റമിൻ ഇ എന്താണെന്ന് ഞാൻ പറയാം. ഇതാണ്ട് ഈ സാധനമാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. ഇത് ഇവയോൺ എന്ന കമ്പനി, ഇവയോൺ 400 എന്നാണ് ഇതിൻ്റെ പേര്. നോക്കിയാൽ കാണാൻ പറ്റും, വെട്ട് പഠിക്കുന്നുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റ് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഇവയോൺ 400 എൻ്റെ പേര്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 10 എണ്ണത്തിന് 30 രൂപയാണ്. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ. ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ ഇത് അറിയുന്ന ഒരു ടീമുണ്ട്, ലേഡീസ്. അവരാണ് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവരെ കണ്ട് നമ്മൾ കോപ്പി അടിക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു ഭയങ്കര സംഭവമാണ് ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഹെൽത്ത്, അതായത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വൈറ്റമിൻസ് ഉള്ള സംഭവമാണ്. ഒന്ന് വൈറ്റമിൻ ഇ, ഓക്കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, പിന്നെ വൈറ്റമിൻ സി. ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വൈറ്റമിൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഇയെ പറ്റിയാണ്. അപ്പോൾ വൈറ്റമിൻ ഇ എന്ന സാധനം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റംസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് സെല്ലൊക്കെ നമ്മുടെ സെൽ ഫങ്ഷനൊക്കെ നന്നായിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഇ. അപ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് ഫുഡിലൂടെ നമുക്ക് ലഭിക്കും. ഇത് നമ്മളിപ്പം ഈ ടോപ്പിക്കായിട്ട് നമ്മൾ ഈ ടാബ്ലറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യാം. പിന്നെ കുറച്ച് പേര് ഈ സെയിം ഗുളികനെ നമുക്ക് ഓറലായിട്ട് കഴിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് കാണുന്നവരായി ഇത് വാങ്ങി കഴിക്കരുത്. ഇത് കഴിക്കണമെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങി കഴിക്കുക. കാരണം ഇത് കഴിക്കുന്നത് ഒരു സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ചില ആൾക്കാർ ഇത് കഴിക്കുന്നവരിൽ, അതായത് ചില ആൾക്കാർക്ക് ഇതിൽ നിന്നും ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റാണ് നമ്മൾ കാഴ്ചയ്ക്ക് ഇത് ബാധിക്കുമെന്ന് പറയുന്നുണ്ട് കഴിക്കുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്നതിലും ചെറിയ ഒരു ബ്ലറായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ് ഏക്ക് വരുന്നവരുണ്ട്. അങ്ങനെ കുറേ സൈഡ് എഫക്റ്റ് ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ അറിയാൻ പറ്റും. ഞാൻ ഡോക്ടറിൽ എനിക്ക് കൂടുതൽ അറിയത്തുമില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ അകത്ത് കഴിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, പുറത്ത് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയാണ്. വൈറ്റമിൻ ഇ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ വ്രിങ്കിൾസ്, അതായത് നമുക്ക് ഈ ചുളിവൊക്കെ മാറി കിട്ടും. നമ്മൾ നല്ല എപ്പോഴും യൂത്ത്ഫുള്ളായിട്ടിരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഏജ് കുറേ നമുക്ക് തോന്നും. അതായത് നമ്മുടെ മുഖത്തിന് ഏജ് തോന്നത്തില്ല. നല്ല ഒരു യങ് ആയിട്ടിരിക്കും നമ്മളെപ്പോഴും ഇത് അപ്ലൈ ചെയ്താൽ. സൺബേണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഹെൽപ്പ് ചെയ്യും. നമുക്ക് തലയിൽ തേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് താരൻ്റെ പ്രശ്നമുള്ളത് ഇത് തലയിൽ തേക്കാം. കാര്യം നമ്മുടെ ഈ സ്കാൽപ്പിൻ്റെ ഹെൽത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് വൈറ്റമിൻ ഇ. അപ്പോൾ നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ഈ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും, അത്യാവശ്യമൊക്കെ ഒന്ന് കുറയും. പിന്നെ നമ്മുടെ ഈ ഡെഡ് സ്കിന്നിനൊക്കെ അതിനെ ഒഴിവാക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പറ്റിയൊരു സംഭവമാണ് വൈറ്റമിൻ ഇ. പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതായത് റീജനറേറ്റ് ന്യൂ സ്കിൻ, അതായത് നമുക്ക് പുതിയ സ്കിൻ ഉണ്ടാകാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ എന്തെങ്കിലും ഡോട്ടുകൾ, അതായത് ചെറിയ ചെറിയ കറുത്ത കുത്തുകളോ ഈ പാടുകളോ നമ്മൾ നഖം കൊണ്ട് മുറിയുന്നതോ നമ്മൾ മുഖക്കുരുവോ കുത്തിപ്പൊട്ടിക്കുന്നതോ അങ്ങനെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ വൈറ്റമിൻ ഇ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് വൈറ്റമിൻ ഇ നമുക്ക് ഓയിലി സ്കിന്നൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം, ഒരു പ്രശ്നമില്ല.
അല്ലാത്തവർക്ക് ഓയിലി സ്കിൻ അല്ലാത്തവർക്ക് നമുക്കിത് ഫുൾ ടൈം നമുക്ക് കീപ്പ് ചെയ്യുന്നതാണ്, വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും മുഖത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തേക്കുന്നുണ്ടെങ്കിലോ ക്രീമുകളിലോ അങ്ങനെ എല്ലാത്തിനും നമുക്ക് വൈറ്റമിൻ ഇ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കണം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മുഖത്ത് പാക്കുകളൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിടുമല്ലോ, അതായത് എന്തെങ്കിലും നമ്മൾ ഈ കടലമാവ് അങ്ങനെ ഓരോ വേപ്പും പിണ്ണാക്കല്ല കടലമാവ്, പിന്നെ അതേപോലെ എന്തെങ്കിലും നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ പാക്ക് ഉണ്ടാക്കുക, ഫേസ് പാക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫേസ് പാക്കുകളിൽ നമുക്ക് വൈറ്റമിൻ ഇ നമുക്ക് ആഡ് ചെയ്താൽ ഒരു നല്ല ഒരു ഹെൽത്ത് അല്ല നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് കൂടുതലും വെച്ച് താമസിപ്പിക്കുന്നില്ല. ഓക്കെ. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ല, കുറച്ച് നാൾ, അതായത് ഒരു 3-4 മാസം ആകുമായിരിക്കും. അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കും, പിന്നെ ഇടയ്ക്ക് അങ്ങ് വിടും, പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലും തോന്നുമ്പോൾ വാങ്ങിക്കും. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണിത്. അപ്പോൾ ഞാനിത് അപ്ലൈ എന്ന് വെച്ചാൽ എനിക്ക് ഈ മുഖക്കുരു നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അപ്പോൾ അത് വരുന്ന സമയത്ത് മാത്രം ഞാൻ എൻ്റെ പാട് പോകാനും അപ്പോൾ അതിനും ഇതിനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് തേക്കും. ഇത് തേക്കുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിത് രാത്രി മൊത്തം നമുക്ക് തേച്ചിട്ട് കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി കളയാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല, അത് അകത്ത് കഴിക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതങ്ങോട്ട് എടുക്കുക, ഒരു ടാബ്ലറ്റ് പൊട്ടിക്കുക, എന്നിട്ട് സൂചിയൊന്നും വേണ്ട, നമ്മൾ ഭാഗം കൊണ്ട് തന്നെ ഇങ്ങനെ കടിക്കുക, എന്നിട്ട് ഇതിങ്ങനെ തുള്ളിയായിട്ട് കയ്യിലാകട്ടെ അങ്ങോട്ട് എടുക്കുക. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്നിട്ട് കുറച്ച് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ തേക്കണം. നമുക്ക് ഈ കണ്ണിന് താഴെയൊക്കെ തേക്കാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ബാക്കി നമുക്ക് എടുത്തിട്ട് ഞാനിപ്പോൾ താടി മിഷൻ തേക്കാൻ, കാര്യം ഞാൻ ബിയേഡ് ഓയിൽ തേച്ചിട്ടുണ്ട്. നമ്മുടെ ബിയേഡ് ഓയിലിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, അപ്പോൾ പ്രത്യേകിച്ച് തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി നമ്മൾ 2 കൈ കൂടെ തേച്ചതിന് ശേഷം നമ്മുടെ കഴുത്തിൽ തേക്കാം. നമ്മൾ എന്ത് മുഖത്ത് തേച്ചാലും അതിൻ്റെ ബാക്കി നമ്മളെടുത്ത് കുറച്ച് കഴുത്തിൽ തേക്കണം. ഓക്കെ. അതിൻ്റെ ബാക്കി കുറച്ചെടുത്തിട്ട് ചെവിയിൽ തേക്കണം. ചെവിയിൽ തേക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. ഇത്രയേ ഉള്ളൂ തേക്കാൻ, വേറെ ട്രിക്കുകളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും തേക്കുക. ഞാനിത് ഫുൾ ടൈം വെച്ചേക്കും. ഞാൻ നാളെ രാവിലെ വാഷ് ചെയ്ത് കളയും. രാവിലെ എണീച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്താലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് തലയിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ തലയിലും നമ്മുടെ ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് തുറന്നു കൊടുക്കുക, ഇതെല്ലാം പൊട്ടിച്ച് തുറന്നു കൊടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ സ്കാൽപ്പിങ്ങനെ എടുക്കുക, മുടി മാറ്റിയിട്ട് ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് ഇതിങ്ങനെ തേച്ച് കൊടുക്കുക, മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്യണം. എന്നിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മുടി ഇങ്ങനെ ആക്കിയൊക്കെ വയ്ക്കുക. ഇത്രയേ ഉള്ളൂ മുടി തേക്കുന്നതിന്, വേറെ ഒരു ഡൗട്ടും ഇല്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ അതുവരെ കാണുമ്പോഴേക്കും അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ കാണുമ്പോഴേക്കും ബൈ.